ഡൽഹി ജന്തർ മന്ദറിലെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിനെതിരായ ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് പി.ടി. ഉഷയുടെ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. ലൈംഗിക അതിക്രമ പരാതികൾ പരിശോധിക്കാൻ കമ്മിറ്റിക്ക് സമിതിയുണ്ടെന്നും പരാതി നൽകാൻ താരങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്നുമാണ് ഉഷയുടെ പരാമർശം. സമരം രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നും ഉഷ പറഞ്ഞു. എന്നാൽ വനിതാ അത്ലറ്റായ ഉഷ മറ്റ് വനിതാ താരങ്ങളെ കേൾക്കുന്നില്ലെന്ന് ഗുസ്തി താരങ്ങൾ ആരോപിച്ചു. സാക്ഷി മാലിക്, വിനേഷ് ഫോഗട്ട്, ബജ്രംഗ് പൂനിയ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് വിമർശനവുമായി രംഗത്ത് വന്നത്. എന്ത് അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നും സമാധാനപരമായാണ് തങ്ങൾ സമരം നടത്തിയതെന്നും താരങ്ങൾ പറഞ്ഞു. सुन के बहुत दुख हुआ क्योंकि एक महिला खिलाड़ी हो के वो महिला खिलाड़ियों की नहीं सुन रहे हैं। हम बचपन से उनको फॉलो करते आए हैं, कहीं ना कहीं उनसे इंस्पायर्ड भी हुए हैं कि पीटी उषा जी का ऐसे बोलना, जिनको हम खुद इतना बड़ा आइकॉन मानते थे, पीटी उषा जी, मिल्खा सिंह, इनको हम की अरे मतलब खिलाड़ी हो तो ऐसे हो, देश जाने तो ऐसे जाने, उनका ऐसे बोलना, महिलाओं के प्रति बिल्कुल भी सेंसिटिव नहीं होना। और रही पीटी उषा मैम की बात, मैंने उनको पर्सनली फोन भी किया था कि मैं अपना दर्द साझा कर सकूं कि मैम देखो ऐसे ऐसे बात है, लेकिन उन्होंने फोन भी पिक नहीं किया। काफी दुख होता है ऐसी बातें जब पीटी उषा मैडम ने बोला है, क्योंकि वो खुद एक महिला है और उसके बावजूद वायु के अध्यक्ष भी हैं और राज्यसभा सांसद भी अभी विनेश ने बताया कि उनकी खुद की जब एकेडमी को तोड़ा जा रहा था, क्योंकि मैंने आपके माध्यम से ही पता चला कि वो बोल रहे कि देश की जो गरिमा उस पे दाग लग रहे हैं, ऐसे रोड पे बैठे हैं। हमने 3 महीने वेट किया है. ബ്രിജ് ഭൂഷണെതിരെ പോലീസ് നടപടി ആവശ്യപ്പെട്ടുള്ള ഗുസ്തി താരങ്ങളുടെ രാപ്പകൽ സമരം 6ാം ദിവസത്തിലേക്ക് കടന്നു. ലൈംഗിക പരാതികളിൽ കേസെടുത്ത ബ്രിജ് ഭൂഷണെ ജയിലിൽ അടയ്ക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡൽഹി ജന്തർ മന്ദറിൽ സമരം തുടരുന്നത്. പരാതിയിൽ പോലീസ് നടപടി ആവശ്യപ്പെട്ടുള്ള താരങ്ങളുടെ ഹർജി ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, കഴിഞ്ഞ 6 ദിവസത്തോളമായി ഈ ഗുസ്തി താരങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ഈ ബ്രിജ് ഭൂഷണെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം മുൻപാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അന്നു മുതൽ പ്രതിഷേധമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സമിതിയെ രൂപീകരിച്ച് അന്വേഷണം തുടങ്ങുന്നതിനിടയിലാണ് സമരം ഒരല്പം ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ തങ്ങൾക്കെതിരെ ഒരു നീതി ലഭിക്കാതെ വരുന്നതോടുകൂടി വീണ്ടും ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ താരങ്ങൾ ആവശ്യപ്പെടുന്നത്? ഭദ്ര, ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് താരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ഈ ജന്തർ മന്ദറിൽ രാപ്പകൽ സമരം തുടരുകയാണ്. ഇന്ന് ഇപ്പോൾ 6ാം ദിവസത്തിലേക്ക് സമരം കടന്നിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ കൂടുതൽ താരങ്ങൾ ഈ സമരത്തിന് പിന്തുണ അറിയിച്ച് ഈ ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള താരങ്ങളെല്ലാം തന്നെ ഇതിന് പിന്തുണ അറിയിച്ച് എത്തുന്നുണ്ട്. നമുക്കറിയാം ഈ കേസിൽ ഈ സംഭവത്തിൽ അത്ലറ്റ് നീരജ് ചോപ്ര ഇതുമായി ബന്ധപ്പെട്ട് താരങ്ങൾക്ക് പിന്തുണ അറിയിച്ച് എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് നീതിക്ക് വേണ്ടി അത്ലറ്റുകൾ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. രാജ്യത്തിനായി അത്യധ്വാനം ചെയ്ത ആൾക്കാരാണ് അവർ. അപ്പോൾ ഓരോ പൗരന്റെയും അഭിമാനത്തെ സംരക്ഷിക്കാൻ രാജ്യത്തിന് ഉത്തരവാദിത്വമുണ്ട്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാണുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം തന്റെ പ്രതികരണത്തിൽ ഒരു ട്വീറ്റാണ് പങ്കുവച്ചത്. ആ പ്രതികരണത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി.ടി. ഉഷ നടത്തിയൊരു പരാമർശം ഈ താരങ്ങളുടെ സമരം രാജ്യത്തിന് മങ്ങലേൽപ്പിക്കുന്നു എന്നൊരു തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായിരുന്നു. അത് തെരുവിലല്ല സമരം ചെയ്യേണ്ടത്, അതോടൊപ്പം താരങ്ങൾ ഒളിമ്പിക് അസോസിയേഷനെ സമീപിക്കുകയാണ് വേണ്ടതെന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതോ പ്രധാനമായും പി.ടി. ഉഷ പറഞ്ഞത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന എന്നൊരു കാര്യമാണ്. അത് വലിയൊരു പ്രതിഷേധങ്ങൾക്കെല്ലാം തന്നെ വഴിവെക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പ്രധാനമായും ആനി രാജ അടക്കമുള്ള ദേശീയ നേതാക്കൾ, ശശി തരൂർ അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇതിൽ പ്രതികരണമായി വന്നിരുന്നു. ഈ പി.ടി. ഉഷ ഈ പ്രതികരണത്തിൽ മാപ്പ് പറയണമെന്നാണ് ആനി രാജ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്കിന്ന് പ്രധാനമായും ഇക്കാര്യത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം, ബ്രിജ്ഭൂഷൺ സിംഗിന്റെ ഒരു പ്രതികരണം ഇന്ന് രാവിലെ വന്നിരുന്നു. ഒരു വീഡിയോ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമായിട്ട് വന്നത്. അതായത് പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഈ താൻ നിസ്സഹായനാണ് എന്ന് തോന്നുന്ന ദിവസം മരണം വരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ ഗുസ്തി താരങ്ങളുടെ സമരം ഇവിടെ ജന്തർ മന്ദറിൽ 6ാം ദിവസവും തുടരുകയാണ്. ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഒളിമ്പിക് അസോസിയേഷൻ മുൻ അധ്യക്ഷൻ
ക്ഷമിക്കണം, ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പി ടി ഉഷയുടെ ഒരു പരാമർശം വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം, കൂടുതൽ നേതാക്കളടക്കം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കൂടാതെ കൂടുതൽ ദേശീയ താരങ്ങളെല്ലാം തന്നെ ഈ സമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് ജന്തർ മന്ദിറിലേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമായും പറയേണ്ടത് 7 പ്രായപൂർത്തിയാകാത്ത വനിതാ താരമടക്കം 7 പേരാണ് ഈ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. ഇതിനെതിരെ താരങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹർജിയിൽ ഡൽഹി പോലീസിന്റെയും സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. അതിലെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കോടതി പരിശോധിക്കും. എന്തായാലും 6ാം ദിവസവും ഈ ഗുസ്തി താരങ്ങളുടെ സമരം ജന്തർ മന്ദിറിൽ തുടരുകയാണ്. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് താരങ്ങൾ സമരമിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചൊരു നോട്ടീസ് പതിക്കുന്ന ഒരു രീതിയും ഇന്ന് അവിടെ ജന്തർ മന്ദിറിൽ ഉണ്ടായിരുന്നു. ഭദ്ര ഉണ്ണി, പരാതിയിൽ പോലീസ് നടപടി ആവശ്യപ്പെട്ടുള്ള താരങ്ങളുടെ ഹർജി അത് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. മറ്റൊരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ PT ഉഷ താരങ്ങളെ കൈവിടുന്നു എന്നൊരു രീതിയിലേക്ക് താരങ്ങളുടെ പ്രതികരണം എത്തിയിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ സമിതിയുടെ അധ്യക്ഷ മേരി കോം ആണെന്നുള്ളതാണ്. മേരി കോമും ഇത്തരത്തിൽ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്താണ് ഇത്തരത്തിൽ ഈ താരങ്ങളെ കൈയൊഴിയുന്ന ഒരു സമീപനം അത് ഈ മുതിർന്ന താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഭദ്ര, എന്തായാലും ഈ PT ഉഷയുടെ പരാമർശം വലിയ രീതിയിൽ തന്നെ വലിയ തലത്തിലെ വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ആനി രാജ, ശശി തരൂർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് PT ഉഷയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയാണ് PT ഉഷ. PT ഉഷയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള വേദന ഈ താരങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരു സമീപനമല്ല PT ഉഷയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്ന എന്നൊരു കാര്യം ഈ താരങ്ങൾ സമരം ചെയ്യുന്ന താരങ്ങൾ ഈ PT ഉഷയുടെ പരാമർശം വന്നതിന് പിന്നാലെ അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യമാണ് ഈ PT ഉഷയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പ്രതികരണമല്ല പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് പ്രധാനമായും താരങ്ങൾ പറഞ്ഞത്. രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് താരങ്ങളുടെ സമരം മങ്ങലേൽപ്പിക്കുന്നു എന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒളിമ്പിക് അസോസിയേഷനെ സമീപിക്കണം എന്ന കാര്യമായിരുന്നു PT ഉഷ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ വലിയൊരു താരങ്ങൾക്ക് വലിയൊരു മനസ്സിൽ ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു സമീപനത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഒരു ഇത്തരത്തിലൊരു പ്രതികരണം വരുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ഗുസ്തി താരങ്ങൾക്കിടയിൽ വലിയൊരു അവമതിപ്പുണ്ടാക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഗുസ്തി താരങ്ങളുടെ സമരം ഇന്ന് 6ാം ദിവസവും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ FIR ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഭദ്ര, ബ്രിജ്ഭൂഷണെതിരെ പോലീസ് നടപടി ആവശ്യപ്പെട്ടുള്ള ഗുസ്തി താരങ്ങളുടെ രാപ്പകൽ സമരം അത് 6ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ലൈംഗിക പരാതിയിൽ കേസെടുത്ത ബ്രിജ്ഭൂഷണെ ജയിലിൽ അടയ്ക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഡൽഹി ജന്തർ മന്ദിറിൽ രാപ്പകൽ സമരം നടത്തുന്നത്. താരങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ബ്രിജ്ഭൂഷണെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പരാതിയിൽ പോലീസ് നടപടി ആവശ്യപ്പെട്ടുള്ള താരങ്ങളുടെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. അതേസമയം PT ഉഷയ്ക്കെതിരെ ഗുസ്തി താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. PT ഉഷയുടെ പരാമർശം അത് ഏറെ വേദനാജനകമായിരുന്നു. വനിതാ അത്ലറ്റായിരുന്ന ഉഷ വനിതകളെ കേൾക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും താരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ.